ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ജൂൺ മാസത്തിൽ കേരള ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യുന്ന അടുത്ത വമ്പൻ സിനിമയാണല്ലോ കൽക്കി 2798 AD. സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. എവറിത്തിങ് ഈസ് എബൌട്ട് ടു ചേഞ്ച് എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 10-ാം തീയതി സിനിമയുടെ ട്രെയിലർ പുറത്തുവരും. ഇതിനിടയിൽ സിനിമ IMAX ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രഭാസ് നായകനെത്തുന്ന കൽക്കി ജൂൺ 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. സൂര്യ നായകനെത്തുന്ന ഗജനി എന്ന സിനിമ നാളെ കേരളത്തിൽ റിലീസ് ചെയ്യുകയാണ്. സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രീൻ കൗണ്ട് കേരളത്തിൽ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വിജയുടെ റിലീസ് ചെയ്ത് വിജയിച്ച ചിത്രം ഗില്ലിക്ക് പിന്നാലെ പോക്കിരി എന്ന സിനിമ കൂടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ജൂൺ 22-ന് വിജയുടെ ജന്മദിനമാണല്ലോ. 21-ന് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലെ 4K റീമാസ്റ്റർ ചെയ്ത ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്നതാണ്. വിജയ് സേതുപതിയുടെ 50-ാമത്തെ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മഹാരാജ. ചിത്രം അടുത്തയാഴ്ച ജൂൺ 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം സിനിമയുടെ റിലീസ് തീയതി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വീണ്ടും ഒരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നാണ് ഏറ്റവും പുതിയ ധ്യാൻ സിനിമയുടെ പേര്. ഈ ജൂൺ മാസം സിനിമ റിലീസ് ചെയ്യും. നാളെ ജൂൺ 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ഷൈനികം, ഷൈൻഡോം ചാക്കോ, ബാബുരാജ്, മഹിമ നമ്പ്യാർ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ്. നാളെ കേരളത്തിൽ മാത്രമായിരിക്കും സിനിമ റിലീസ് ചെയ്യുക എന്നാണ് സാന്ദ്ര തോമസ് അറിയിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ GCC ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സിനിമയ്ക്ക് ബാനാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് പുറത്തു പറയാനായിട്ട് താല്പര്യമില്ല എന്നാണ് നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ടർബോ എന്ന വമ്പൻ ആക്ഷൻ സിനിമയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിലായിട്ട് വിശ്രമത്തിലായിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. മമ്മൂക്കി നായകനാക്കി GVM സംവിധാനം ചെയ്യുന്ന നയൻതാര നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം ചെന്നൈയിൽ ഈ വരുന്ന ജൂൺ 15-ാം തീയതി ആരംഭിക്കുമെന്നും മമ്മൂട്ടി കമ്പനി ആയിരിക്കും സിനിമ നിർമ്മിക്കുക എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് പൂജ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന ലാലേട്ടൻ സിനിമയാണല്ലോ L360. 50% ചിത്രീകരണം പൂർത്തിയായ 50-ലധികം ദിവസങ്ങൾ ചിത്രീകരണം പിന്നിടാനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ ഏറ്റവും പുതിയ BTS അഥവാ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ രജപുത്ര ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലെ ചിത്രീകരണം മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ഗുജറാത്തിൽ ഈ വരുന്ന ജൂൺ 15 മുതൽ ആരംഭിക്കുകയാണ്. ഏകദേശം 40 മുതൽ 50 ദിവസത്തെ ചിത്രീകരണ ദിവസങ്ങൾ ഗുജറാത്തിൽ മാത്രമുണ്ട്. 10-ന് ശേഷം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഗുജറാത്തിലേക്ക് പറക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എമ്പുരാൻ എന്ന സിനിമ ഈ വർഷം അതല്ലെങ്കിൽ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഗുജറാത്തിന് ശേഷം ഇനിയും സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും ചിത്രീകരണമുണ്ട്.